recipe of Chef's Recipes. Dates യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഇഫ്താർ സ്പെഷ്യൽ ഐറ്റമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നോമ്പ് തുറക്കി എല്ലാവരും ഡേറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഡേറ്റ്സിനെ ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്ത് ഡേറ്റ്സ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് ഫ്രൈയുടെ ഈസി പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഡേറ്റ്സ് ഫ്രൈ റെഡിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഡേറ്റ്സ് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ഡേറ്റ്സ് എടുത്തിരിക്കുകയാണ്. ഈ രണ്ട് ടൈപ്പ് ഡേറ്റ്സ് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഏത് ടൈപ്പ് ഡേറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ടൈപ്പ് ഡേറ്റ്സും യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഡേറ്റ്സ് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കുന്നതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ടുണ്ട്. ദെൻ 2 ടേബിൾ സ്പൂൺ റവ. നമ്മുടെ ഡേറ്റ്സ് ഫ്രൈ നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റവ ആഡ് ചെയ്യുന്നത്. ദെൻ വെള്ളം 1 കപ്പ്. ഫസ്റ്റ് നമുക്ക് ഈ ഡേറ്റ്സിനകത്തുള്ള സീഡ്സ് റിമൂവ് ചെയ്തെടുക്കാം. സീഡ്സ് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. ഡേറ്റ്സിനകത്തുള്ള സീഡ്സ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഷി ആയിട്ടുള്ള ഡേറ്റ്സ് തന്നെ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഡേറ്റ്സ് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ബാറ്റർ റെഡിയാക്കുന്നതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്യുക. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നെക്സ്റ്റ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. ദെൻ മധുരം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ദെൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ബാറ്റർ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇപ്പോൾ ഡേറ്റ്സ് ഫ്രൈയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ ഒരുപാട് ലൂസാകാനും പാടില്ല, തിക്കാകാനും പാടില്ല. ഇതുപോലെ മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യുക. ദെൻ ഈ ബാറ്ററിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സീഡ്ലെസ് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ്സ് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഈ ബാറ്ററിൽ കോട്ട് ചെയ്തെടുക്കുക. ബാറ്ററിൽ നന്നായി കോട്ട് ചെയ്ത ഡേറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഡേറ്റ്സ് ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്ത് നന്നായിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ കീപ്പ് ചെയ്ത് 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ 1 സൈഡ് കുക്കായിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ നോയമ്പ് കാലമായതുകൊണ്ട് ഡേറ്റ്സ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡേറ്റ്സ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഈ ഒരു ഇഫ്താർ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡേറ്റ്സ് വളരെ ഹെൽത്തി ആയതുകൊണ്ട് നമുക്ക് ഏത് ടൈമിലും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഡേറ്റ്സ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഈ ഒരു ഐറ്റം കുട്ടികൾക്കും ഇഷ്ടമാകും. ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് ഷെയർ ചെയ്യുക. ഈ ഡേറ്റ്സ് ഫ്രൈയുടെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. ഡേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ഐറ്റം ഇഫ്താറിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസ് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഈസി റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. എല്ലാവർക്കും ഷെഫ്സ് റെസിപ്പീസിൻ്റെ അഡ്വാൻസ്ഡ് ഈദ് വിഷസ്. ഇത് ഷെഫീന സൈനിങ് ഓഫ്.